നല്ല ഒരു ഗാനമേളയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമായി. എങ്കിലും അല്പം കൂടി നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ ഒരു ആദരവ് നമുക്കിവിടെ ഇവർക്കൊക്കെ കിട്ടി. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഈ തണൽ അയൽക്കൂട്ടത്തിൻ്റെ സാരഥികൾ എങ്ങനെയാണ് ഈ നമ്മുടെ അബ്ദുൽ ലത്തീഫ് സാഹിബിനെ കാണുന്നു എന്ന് സത്യത്തിൽ ഞാൻ അത് വളരെയധികം സന്തോഷത്തോടെ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിമർശനങ്ങൾ ഒക്കെ ഉണ്ടാവാം, പക്ഷേ വിമർശനങ്ങൾ വരുമ്പോഴാണ് വീണ്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ കിട്ടുക. എപ്പോഴും അത് അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. എപ്പോഴും നമുക്ക് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് തിരുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന നോക്കാൻ നന്മയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയൽക്കൂട്ടങ്ങൾ, നമ്മുടെ സഹോദരിമാർ, അവരും ഇതിൻ്റെ പ്രധാന വ്യക്തിയായ ലത്തീഫൊക്കെ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ സത്യത്തിൽ വളരെ ഹൃദയസ്പർശിയാണ്. കാരണം ഒരു രക്ഷിതാവ് എന്ന നിലക്കാണ് അദ്ദേഹം അവരെ കാണുന്നതും ഉപദേശിക്കുന്നതും. അദ്ദേഹം അവരുമായിട്ടുള്ള ഇടപെടൽ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് അനുഭവം കൊണ്ട് പറയണം. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം ശാസിക്കും. ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയും. പക്ഷേ അത് മറ്റു ഒരു വിധത്തിലൊന്നല്ല, അവരോടുള്ള ആ സംരക്ഷണം അവരെ ഏറ്റെടുത്തിരിക്കണം അദ്ദേഹം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവർക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഒരു ആദരവ് ഈ സ്റ്റേജിൽ വെച്ച് തന്നെ, ഈ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച്, ഈ പ്രശസ്ത വ്യക്തിത്വങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം. അദ്ദേഹത്തെ ഒന്ന് സത്യത്തിൽ ആ സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു ആദരവ് അദ്ദേഹത്തിന് വേണം, കൊടുക്കണം. നമ്മൾ പ്രിയങ്കരനായ അതിഥി ഇതാ എത്തിയിരിക്കുന്നു. വളരെ ദൂരത്ത് നിന്ന് അദ്ദേഹം ഓടി ഈ രംഗത്ത് ഈ സമയത്ത് എത്തണമെന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വളരെ സന്തോഷമായിരിക്കാം. അപ്പോൾ കൃത്യസമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെ കൃത്യസമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ അയൽക്കൂട്ടങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ഒരു ആദരവ് തീർച്ചയായിട്ടും അബ്ദുൽ ലത്തീഫ് അത് ഏറ്റുവാങ്ങണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കൂടുതൽ സമയം കാണുന്നില്ല. കാരണം നമുക്ക് ഇനി ഒരുപാട് പ്രോഗ്രാമുണ്ട്. നമ്മളെ പ്രധാന അതിഥി ഇവിടെ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ 2 വാക്ക് കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മൾ ധരിപ്പിക്കേണ്ട, എത്രയും വേഗം പരിപാടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടെ രംഗത്ത് വരണം. റീന ടീച്ചർ, കാർത്തിക, റസീന, സക്കീന, സക്കീന, റജീന, ബേബി ബാല, ഇവരുടെ ഇതിൻ്റെ പ്രതിനിധികളാണ്. അയൽക്കൂട്ടങ്ങൾ, മൊത്തം അയൽക്കൂട്ടങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഇവരുടെ വന്നിട്ടുള്ളത്. ഇവർ വളരെ സ്നേഹത്തോടു കൂടി, വളരെ ആദരവോടുകൂടി ലത്തീഫ് സാഹിബ് എന്ന മഹാവ്യക്തിത്വത്തെ, ആ വേണമെങ്കിൽ നമുക്ക് ഓരോ വ്യക്തിയെ നമ്മൾ പറയുമ്പോൾ പ്രസ്ഥാനം എന്നൊക്കെ പറയും. അദ്ദേഹം ഇവിടെ പ്രസ്ഥാനം തന്നെയാണ്. കാരണം ഒരുപാട് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും യാതൊരു സംശയമില്ല. അത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മളെ അബുക്ക. അദ്ദേഹത്തെ ഇവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇപ്പോൾ ആദരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അബുക്കാനെ ക്ഷണിക്കുന്നു, ലത്തീഫ് സാഹിബിനും ക്ഷണിക്കുന്നു.
നമ്മൾ ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. ടീച്ചർ 2 വാക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ തണൽ വാർഷിക ആഘോഷവേളയിൽ അയൽക്കൂട്ട പ്രതിനിധിയായിട്ട് ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ ആഘോഷത്തിനിടയ്ക്ക് ഇങ്ങനൊരു ഈ ഒരു അവസരം ഇതിൻ്റെ സംഘാടകരോട് ഞങ്ങൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തണൽ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും നെടുന്തൂണുമാണ് ലത്തീഫ് സാറ്. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതും അതുപോലെ അവിടെ അംഗീകാരവും ആദരവും ഒക്കെ അവിടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പുസ്തക പ്രകാശനത്തിന് പുസ്തകമേളയിൽ സാറിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുകയും അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ലൈബ്രറിയിൽ പുസ്തകമേളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ ഈ ഇട്ടാവട്ടത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും തണലിലൂടെ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും അതുപോലെ സഹായവും എല്ലാ തണൽ അംഗങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കെ ഈ തണൽ കുടുംബ അദ്ദേഹത്തിനൊരു സ്നേഹാദരവ് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിനുള്ളൊരു അവസരം ഈ ആഘോഷവേള തന്നെയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഈ സംഘാടകരോട് അത് ചോദിച്ച് ഈ ആഘോഷ പരിപാടിയിൽ ഉൾപ്പെടാത്ത ഒരു പരിപാടിയായിട്ട് ഈ ഉദ്യമം ഞങ്ങൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു. അപ്പോൾ അത് സാറ് അറിയുകയാണെങ്കിൽ സാറിന് സർപ്രൈസായിട്ട് തന്നെ ഈ പരിപാടി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കാരണം സാറ് അറിയുകയാണെങ്കിൽ സാറ് പറയും അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞങ്ങളെ വിലക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിന് സർപ്രൈസായിട്ട് തന്നെ ഈ പരിപാടി ഞങ്ങൾ സംഘാടകരോട് ചോദിച്ചു വാങ്ങുകയായിരുന്നു. പിന്നെ ഈ അയൽക്കൂട്ടം രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ ഒരു അറിവിലേക്ക് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ് ഈ അയൽക്കൂട്ടായ്മ. അപ്പോൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ബംഗ്ലാദേശിലൊക്കെ മുഹമ്മദ് യൂനിസ് എന്നൊരു മഹത് വ്യക്തി അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ച്, അതായത് അവിടെയൊക്കെ ദാരിദ്ര്യമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കുറേ സ്ത്രീകളാണല്ലോ അയൽക്കൂട്ടത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തന്നെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് അവർ തന്നെ മുൻകൈയെടുത്ത് അവരുടെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പൊക്കെ രൂപീകരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അയൽക്കൂട്ട രൂപീകരണ സമയത്ത് യോഗത്തിൽ സാറ് ഈ പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, തണൽ അയൽക്കൂട്ട പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ അവിടെ മൈക്രോ ഫിനാൻസിങ് കമ്പനിയായിട്ട് അത് രൂപീകരിച്ചു. ആ മുഹമ്മദ് യൂനിസ് എന്ന വ്യക്തിക്ക് നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അടക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ അംഗമാകാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതുകൂടാതെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് സാമ്പത്തിക വിഷമങ്ങൾ തീർക്കാൻ, കടമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ, കടം കുറയ്ക്കാൻ ഈ തണൽ പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലത്തീഫ് സാറിൻ്റെയും അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് അത് സാധിച്ചിട്ടുള്ളത്. ഈ അയൽക്കൂട്ടാംഗങ്ങളുടെ കാര്യങ്ങളെടുക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ തണൽ പദ്ധതിയിലൂടെ കുറേയധികം കാര്യങ്ങൾ കുറേ മേഖലകളിൽ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും അതുപോലെ തൊഴിൽ പരിശീലനം നൽകുക, അതുപോലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് ഈ വർഷം തന്നെ നമുക്ക് ഒരു പദ്ധതി നടപ്പാക്കിയതാണ് സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി. അതിൽ അശരണരായവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം നൽകുന്ന അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക്, സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ, അർഹരായ കുട്ടികൾക്ക്, അതുപോലെ മരണാനന്തരം ആശ്രിതർക്ക് ഒരു സഹായം നൽകുന്നതിനൊക്കെയുള്ളൊരു പദ്ധതിയാണ് തണൽ സുരക്ഷാ പദ്ധതി. ഇതൊക്കെ ഈ തണൽ പദ്ധതിയിലൂടെയാണ് ആൾക്കാർക്ക് ലഭ്യമാവുന്നത്. ഈ അംഗങ്ങൾ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ തണൽ പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണായിട്ടുള്ള ലത്തീഫ് സാറിലൂടെ സാധിക്കുള്ളൂ. സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ അറിവിനെ അനുഭവത്തിലൂടെ തിരിച്ചറിവാക്കി ജീവിതത്തിൽ പ്രയോഗികമാക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ ഭാഗങ്ങളും ഈ സമയത്ത് നൽകാൻ ഞങ്ങൾ തണൽ അയൽക്കൂട്ടത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ പേരിലും തണൽ അയൽക്കൂട്ട പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അയൽക്കൂട്ടായ്മയുടെ പേരിലും ഞാൻ സാറിന് എല്ലാ ഭാവങ്ങളും അർപ്പിക്കുകയാണ്. എല്ലാവർക്കും നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സുരക്ഷാ പദ്ധതിയിലേക്ക് ഈ കൂട്ടായ്മയിൽ നിന്ന് ഒരു ചെറിയൊരു കൈത്താങ്ങ്